സ്ഥലം കയ്യേറിയതായി പരാതി. സ്വന്തം ഭൂമിയിലെ തെങ്ങുകൾ മുറിച്ച് ഗുണ്ടായിസം. മുക്കട്ട അയ്യാർപൊയിലിൽ എന്ന തലക്കെട്ടിൽ 2025 ഓഗസ്റ്റ് 12 ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ നൽകിയ വാർത്തയിൽ വസ്തുതാപരമായി പിശക് സംഭവിച്ചെന്ന് സൂചനയുണ്ട്. ഇതിനാൽ വ്യക്തമായ അന്വേഷണമില്ലാതെ വാർത്ത നൽകാനിടയായതിനാൽ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള പിശക് മൂലം ബുദ്ധിമുട്ടായവരോട് ക്ഷമാപണം കൂടി നടത്തുന്നു. സ്ഥലം കയ്യേറി റോഡ് നിർമ്മിച്ചെന്ന ആക്ഷേപം സംബന്ധിച്ചായിരുന്നു ബന്ധപ്പെട്ട വാർത്ത. മുക്കട്ട അയ്യാർപൊയിൽ കറുവത്തും പള്ളത്ത് ഉമ്മറാണ് ഇത് സംബന്ധിച്ച് അന്ന് ആക്ഷേപം ഉന്നയിച്ചത്. തന്റെ 4 സെന്റ് സ്ഥലത്ത് JCB ഉപയോഗിച്ച് കയ്യേറി റോഡ് നിർമ്മിച്ചെന്നും അയൽപ്പക്കത്തുള്ള സ്ഥലത്തിന്റെ ഉടമയുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റം നടന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. തന്റെ സ്ഥലത്തുള്ള തെങ്ങുകളും മറ്റും ചെടികളും നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നിലവിൽ പോലീസ് സ്റ്റേഷനിലും നഗരസഭയിലും പരാതി നൽകിയിരിക്കെ നഗരസഭ അനുമതി നൽകിയെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഗുണ്ടാപ്രവർത്തനം നടത്തിയതെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചിരുന്നത്. എരഞ്ഞിക്കൽ അബ്ദുൽ സലാം, മകൻ സഫീർ അലി, എരഞ്ഞിക്കൽ ഉണ്ണി ഹസൻ, ഷൌക്കത്ത് ഉള്ളാട്ടുപറമ്പൽ, VA സാദിഖ് തുടങ്ങിയവരാണ് സ്ഥലം കയ്യേറി തെങ്ങും മറ്റും നശിപ്പിച്ചതെന്നും ഉമ്മർ ആരോപിച്ചിരുന്നു. നിലമ്പൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് വീടിന് സമീപത്തുകൂടിയാണെന്നും ഇതു മുന്നിൽ കണ്ട് അവരുടെ സ്ഥലത്തിന് വൻ വില ലഭിക്കാൻ വേണ്ടി വഴിയൊരുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പരാതിയും ഇല്ലാതിരുന്ന ഇവർ ബൈപ്പാസ് റോഡിന് പണം അനുവദിക്കുമെന്ന ഘട്ടത്തിൽ തന്റെ സ്ഥലം കയ്യേറുകയാണെന്നും ഉമ്മർ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഉമ്മർ ആരോപിക്കുന്നത് പച്ചക്കള്ളമാണെന്നും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുകയും ആരുടെയും ഒരു രൂപ പോലും പറ്റാതെ പാവങ്ങളെ സഹായിച്ചു വരുന്ന ഒരു കുടുംബ പാരമ്പര്യമാണ് ഞങ്ങളുടേതെന്നും ഞങ്ങൾ ആരുടെയും ഒരു സെന്റ് പോലും കയ്യേറിയിട്ടില്ല. എല്ലാ രേഖകളുമുള്ള ഞങ്ങളുടെ ഭൂമിയിലാണ് റോഡ് വെട്ടിയത്. ഇത്തരത്തിലുള്ള ഞങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചതിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് എരഞ്ഞിക്കൽ കുടുംബം ആരോപിക്കുന്നത്. ഉമ്മറിന്റെ ആക്ഷേപമാണ് റിപ്പോർട്ടാക്കിയതെങ്കിലും സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ എതിർപക്ഷത്തിനുള്ള വിശദീകരണം ചേർക്കാതെ പോയതാണ് റിപ്പോർട്ടിംഗിലുണ്ടായ പിഴവ്. ഇത് വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ തിരുത്തൽ നടപടിയെന്നുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ. N4 ന്യൂസ്, നിലമ്പൂർ. Charitra Vivag Bridal Collection by Shobhika Wedding.